ഈശോയിൽ ഏറെ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. എല്ലാവരും മരിക്കും. വിശുദ്ധ അമ്മത്രേസ്യ ഒരു രംഗം വിവരിക്കുന്നു. വളരെ മോശമായ ജീവിതം നയിച്ച ഒരു വ്യക്തി 2 വർഷത്തോളം രോഗശയ്യയിലായിരുന്നു. അനുതപിക്കാതെയും അന്ത്യകൂദാശകൾ സ്വീകരിക്കാതെയും മരിക്കുന്നു. തുണിയിൽ പൊതിയുന്ന സമയത്താണ് അമ്മത്രേസ്യ എത്തിയത്. ധാരാളം പിശാചുക്കൾ ആ ശരീരത്തെ കുത്തിമറിക്കുന്നതും കൊളുത്തിട്ട് വലിക്കുന്നതും വളരെ ക്രൂരമായി പെരുമാറുന്നതും കണ്ട് അമ്മത്രേസ്യ ഭയന്നുപോയി. പിന്നീട് ശവസംസ്കാര കർമ്മ സമയം പിശാചുക്കളെല്ലാം ഓടി ദൂരെ അകന്നു നിന്നു. എന്നാൽ ആ ശരീരം കുഴിയിൽ വയ്ക്കുന്ന സമയത്ത് കൂട്ടത്തോടെ അവ ഓടിയെത്തി ആ ശരീരം ഏറ്റുവാങ്ങാൻ. യെശയ്യാ പ്രവചനം 26-ാം അധ്യായം 19-ാം തിരുവചനം. അങ്ങയുടെ മരിച്ചവർ ജീവിക്കും, അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് ദൈവത്തിൻ്റെ അടുത്തേക്കായിരിക്കട്ടെ. ദൈവസ്വരം കാതോർത്ത് സന്തോഷത്തോടെ നാം എല്ലാം സ്വർഗത്തിൽ എത്തിച്ചേരും. ഈ പ്രത്യാശ നമ്മെ നയിക്കട്ടെ. പാപജീവിതത്തോട് വിട പറയാനും ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളാകാനും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മെ തന്നെ തിരുത്താം. നന്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ. ആമേൻ.